الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും നാഥന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടും തഖ്വയുടെ താൽപര്യത്തിനനുസരിച്ച് ജീവിത ഇടപാടുകൾ മുഴുവനും നിലനിർത്തിക്കൊണ്ടു പോകാൻ, അവസാന ശ്വാസം വരെയും അങ്ങനെ തന്നെ തുടരാൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിത ഇടപാടുകളിലുടനീളം പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത അവസ്ഥയിൽ നിലനിന്നു പോകാൻ, മരണം അല്ലാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിലായിരിക്കാൻ, നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, അവസാനമായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അവന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും കരുണാവാരിധിയായ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തെ സംബന്ധിച്ച് പൊതുവിൽ മനുഷ്യൻ വെച്ചു പുലർത്തുന്ന രണ്ട് കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചും അതിൽ നിന്ന് വ്യത്യസ്തമായി സത്യവിശ്വാസികൾ ജീവിതത്തെ സമീപിക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ചുമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായിരുന്നു. ജീവിതം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അലസമായ ഒന്നല്ല, അലക്ഷ്യമായി തള്ളി നീക്കേണ്ടതല്ല, ആയുസ് അർത്ഥരഹിതമായി അവസാനിക്കേണ്ടതല്ല എന്നാണ് രണ്ട് ജീവിത നിലപാടുകളെ വിലയിരുത്തിക്കൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് സൂചിപ്പിച്ചത്. ജനിച്ചു പോയത് കൊണ്ട് മരിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക എന്നതല്ല, ജീവിതത്തെ പരമാവധി ആസ്വദിച്ചും സുഖസൗകര്യങ്ങളിൽ മതിമറന്നും പരലോകത്തെ വിസ്മരിച്ച് ഇഹലോക ജീവിതം ആസ്വദിച്ചും കഴിഞ്ഞുകൂടുകയുമല്ല, മറിച്ച് അന്തിമമായ സ്വർഗ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി
ഐഹിക ജീവിതത്തെ പ്രയോജനപ്പെടുത്തേണ്ടവരാണ് മുഅ്മിനുകൾ, സത്യവിശ്വാസികൾ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തിക്കാനും പ്രതീക്ഷയർപ്പിക്കാനും ഒരു ലക്ഷ്യം നിർണയിക്കപ്പെട്ട ഒരു ഉമ്മത്താണ് മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത്. പടച്ചവൻ പേരിട്ട ഉമ്മത്താണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അള്ളയാണ് ഈ സമുദായത്തെ മുസ്ലിങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ആ ഒരു ദറജ, ആ ഒരു പദവിയോട് നീതി പുലർത്തിക്കൊണ്ടാവണം മുസ്ലിങ്ങൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നും സൂചിപ്പിക്കേണ്ടായി. സൂറത്ത് ഹജ്ജിന്റെ അവസാന 2 ആയത്തുകളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത് അന്ത്യനാളിന്റെ ഭയാനകതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അദീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ജനങ്ങളെ, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന്റെ കോപത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അദീം, ആ അന്ത്യനാളിന്റെ പ്രകമ്പനം അതിഭയാനകമാണ്. ആ അന്ത്യനാൾ സംഭവിക്കുമ്പോ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഭയവിഹ്വലതകളെ കുറിച്ചാണ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, മുലയൂട്ടുന്ന സ്ത്രീകൾ തന്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന തന്റെ പിഞ്ചു പൈതങ്ങളെ പോലും വലിച്ചെറിഞ്ഞ് പരിഭ്രാന്തരായി പരക്കം പായുമെന്ന് പടച്ചിറങ്ങും. അത്രമാത്രം ഭയാനകമായിരിക്കും. തന്റെ ജീവനായി താൻ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞ് പരക്കം പായുന്ന ഉമ്മമാർ, ഗർഭം വിസർജിച്ചു പോകുമാറ് അത്രയും ഭയാനകമായിരിക്കും ആ നാൾ. വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ, ജനങ്ങളെ മൊത്തം ഒരു ഉന്മാദബാധിതരായി താങ്കൾ കാണും. ജനങ്ങൾ മൊത്തം ഒരു ലഹരി ബാധിതരെ പോലെ പരക്കം പായും. വമാ ഹും ബിസുകാറ, യഥാർത്ഥത്തിൽ ലഹരി ബാധിച്ചത് കൊണ്ടല്ല, ഉന്മാദാവസ്ഥയിലായതുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്, മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, അന്ത്യനാളിന്റെ ആ ഭയാനകതയെ മാത്രമല്ല, പടച്ചവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ആ ഭയങ്കരമായ ആ ഓർമ്മയും ആ ഭീതിയുമാണ് മനുഷ്യരുടെ ഈ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഭയാനകമായ ഈ മാറ്റങ്ങൾക്ക് കാരണമെന്ന് സൂറത്ത് ഹജ്ജിന്റെ ആദ്യ ഭാഗം. ഈ ഭയവിഹ്വലതയിൽ നിന്നും, അന്ത്യനാളിന്റെ ഈ ഭയാനകതയിൽ നിന്നും, ഈ യാതനയിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിന്റെ അവസാനത്തെ 2 ആയത്തുകൾ പറയുന്നത്. ഇതിനൊരു പാരസ്പര്യമുണ്ട്. വിശ്വാസികൾ, വിജയികളാകുന്ന വിശ്വാസികൾ, അവർ ജീവിതത്തിൽ പുലർത്തുന്ന ജീവിതത്തോടുള്ള അവരുടെ സമീപനം, ജീവിതത്തെ അവർ നോക്കിക്കാണുന്ന രീതി, അവരുടെ ആയുസ്സും അവരുടെ അധ്വാനവും അവരുടെ പരിശ്രമങ്ങളും ഒക്കെ വ്യയം ചെയ്യുന്ന മേഖല, അവരെ സംബന്ധിച്ചിടത്തോളം ആ അന്ത്യനാളിൽ അവർക്ക് ദുഃഖ ദുരിതങ്ങൾ കടിപ്പെടേണ്ടി വരികയില്ല. അവർ വിജയികളായിരിക്കും നാളെ. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഇതിന്റെ അവസാനത്തെ 2 ആയത്തുകൾ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുക. ആ അന്ത്യനാളിന്റെ ഭയാനകതയിൽ നിന്നും വിഹ്വലകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യാ അയ്യുഹല്ലദീന ആമനൂ ർകഉ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫഅലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയം വരിക്കാനുള്ള വഴി വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിന് വിശ്വാസികളെ പാകപ്പെടുത്തുകയാണ്. എന്നിട്ട് എന്തിനു വേണ്ടിയായിരിക്കണം നിങ്ങളുടെ ജീവിതം? ആ അന്ത്യദിനത്തിലെ ഭയാനകമായ നരകയാതനയിൽ നിങ്ങൾ അകറ്റപ്പെടാനും അതിന്റെ ഭയവിഹ്വലതകളിൽ നിന്ന് രക്ഷപ്പെടുവാനും സാധ്യമാകുന്ന ഒരു ജീവിത രീതി പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. മുഅ്മിനീങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി എങ്ങനെയാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതിന് വ്യക്തി ജീവിതം വിശുദ്ധമാകണം. വ്യക്തി ജീവിതം, ആരാധനാ രംഗം, ജീവിതം സൽക്കർമ്മങ്ങളെ സമ്പന്നമാകുക എന്നതൊക്കെ അതിന്റെ മുഖവുരയായിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്. അങ്ങനെ പടച്ചവനുമായുള്ള ബന്ധം അതിഗാഢമായി തീരണം. അല്ലാഹ് എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശകരമായ അനുഭൂതിയായി തീരണം. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്അലൂൻ, നന്മ നിരതമായ ജീവിതം നയിക്കണം മുഅ്മിനുകൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കേണ്ടത് നന്മകളായിരിക്കണം. അങ്ങനെ അള്ളാഹുവോടുള്ള ബന്ധം ശക്തിപ്പെടുത്തി
നന്മനിരതമായ ജീവിതം നയിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ നിലകൊള്ളേണ്ടത്? നിങ്ങളുടെ ആയുസ്സും അധ്വാനവും പരിശ്രമവും ഒക്കെ വ്യയം ചെയ്യേണ്ട രംഗം ഏതാണ്? അതാണ് തൊട്ടടുത്ത ആയത്തിൽ അഥവാ സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. നിങ്ങൾ പടച്ച റബ്ബിനു വേണ്ടി നിലകൊള്ളണം. ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ. പക്ഷേ മനുഷ്യരെന്ന നിലക്ക് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടിയാണ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പടച്ചവന് വേണ്ടിയാണ്. പടച്ചവന് വേണ്ടി സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതിൽ മനം മയങ്ങിയും മതിമറന്നും ആർക്ക് വേണ്ടിയാണോ നമ്മെ സൃഷ്ടിച്ചത് ആ അള്ളാഹുവിനെ നിങ്ങൾ മറന്നു പോകരുത്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പടച്ചവന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. ആരാധനകൾ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളല്ല. നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനകൾക്ക് വേണ്ടിയുള്ളതുമല്ല. ആ ആരാധനകൾ സ്വയം ലക്ഷ്യമാകാവുന്നതുമല്ല. ആ ആരാധനകൾ നിങ്ങളെ വിശുദ്ധ വ്യക്തിത്വങ്ങളായി വാർത്തെടുക്കാനും നിങ്ങളെ എന്തൊന്നിനു വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ആ നിയോഗ ദൗത്യം നിർവഹിക്കാൻ നിങ്ങളെ പാകപ്പെടുത്താനുള്ളതുമാണ്. ആ ആരാധനകളാലും മറ്റ് അമലുകളുമായും ഒക്കെ അള്ളാഹുമായി അടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് അതിനു വേണ്ടിയാണ്. വജാഹിദു ബില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹുവ ജ്തബാകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചവന്റെ ദീനിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കണം, പരിശ്രമിക്കണം, അത്യധ്വാനം ചെയ്യണം. ആ മാർഗത്തിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിന്റെ നിർവഹണത്തിന് മാതൃകയായി 2 മഹാപ്രവാചകന്മാരെ ആ ആയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് മുമ്പിൽ വെച്ചു തരികയാണ്. ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആണെങ്കിൽ രണ്ടാമത്തേത് ഖാത്തമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. ഈ 2 മഹാപ്രവാചകന്മാരുടെയും ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ അധ്വാനിക്കേണ്ടത് എന്ന് വരുമ്പോൾ പ്രിയമുള്ളവരെ, അതത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം ശ്രമകരമായിരിക്കുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയം ഉണ്ടാകേണ്ടതില്ല. കാരണം ആ 2 പ്രവാചകന്മാരുടെയും ചരിത്രം നമുക്ക് വായിച്ചാൽ അതിന് അത്തരം ഒരു മറുപടിയാണ് നമുക്ക് ലഭിക്കുക. ആ 2 പ്രവാചകന്മാരുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും ഖാത്തമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഈ 2 മഹാപ്രവാചക വൃക്ഷങ്ങളെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തിന് മാതൃകയായിക്കൊണ്ട് ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ഭാഗത്ത് നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഷിർക്കിന്റെ കരിമ്പാറക്കെട്ടുകളും കുഫറിന്റെ കൊടുങ്കാറ്റുകളും ജാഹിലിയത്തിന്റെ മലവെള്ളപ്പാച്ചിലുകളും പ്രതിബന്ധമായി ഈ പ്രവാചകന്മാരുടെ പിൻഗാമികളുടെ പ്രയാണപാതയിൽ പ്രബോധന മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കുമെന്നത് അനിവാര്യമായിരിക്കെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ആദർശ സംഘത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. അഥവാ കുഫറിന്റെ ശക്തികളുടെ പ്രലോഭനങ്ങൾ കടിപ്പെടാതെ, പ്രതിയോഗികളുടെ പ്രകോപനങ്ങൾ മൂലം പിന്തിരിയാതെ, ജാഹിലിയത്തിന്റെ പ്രകമ്പനങ്ങൾക്ക് മുമ്പിൽ പതറാതെ ഈ ആദർശ പ്രബോധക സംഘത്തിന് മുന്നോട്ട് നീങ്ങാനുള്ള ഊർജം ലഭിക്കേണ്ടതുണ്ട്. ആ ഊർജ സ്രോതസ്സിനെ കുറിച്ചാണ് ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു ഓർമ്മപ്പെടുന്നത്. ഈ പ്രബോധക സംഘത്തിന് കരുത്ത് ലഭിക്കേണ്ട, അവർ കരുത്ത് ആവാഹിക്കേണ്ട, അവർ ഊർജം സമാഹരിക്കേണ്ട ഊർജ സ്രോതസ്സിനെ സംബന്ധിച്ചാണ് ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ഇഖാമത്തു സ്വലാത്തിലൂടെ, ഈതാഉ സക്കാത്തിലൂടെ വിശുദ്ധ വ്യക്തിത്വങ്ങളായി നിങ്ങൾ മാറണം. അതിൽ പരിമിതപ്പെടരുത്. വഅതസിമു ബില്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹുവിനെ മുറുകെ പിടിക്കണം, പടച്ചവനെ മുറുകെ പിടിക്കണം. എന്താണ് ഈ ഇഅ്തിസാമും ബില്ലാഹ്? എങ്ങനെയാണ് അള്ളാഹുവിനെ മുറുകെ പിടിക്കുക? എങ്ങനെയാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് അത് സാധ്യമാവുക? പടച്ചവനെ മുറുകെ പിടിക്കുന്നവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മുഅ്മിനുകളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഏതാനും സംഗതികൾ സൂചനയായി മാത്രമാണ് ഈ ഖുതുബയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ അറിവ്, ഇഅ്തിസാമും ബില്ലാഹ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കാനുള്ള ആഹ്വാനം ഇവിടെ മാത്രം പരിമിതമല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇഅ്തിസാമും ബില്ലാഹ്, എങ്ങനെയാണ് പടച്ചവനെ മുറുകെ പിടിക്കുക എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് നമ്മൾ ഈ സത്യസഞ്ചാര മാർഗത്തിൽ അനിവാര്യമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോ ദിവസവും പ്രിയമുള്ളവരെ പതിറ്റാണ്ടുകളായി എല്ലാ ദിവസവും 5 നേരം 17 തവണയെങ്കിലും പടച്ചറബിനോട് ആവർത്തിച്ച് വിനയത്തോടുകൂടി ഒന്നുവിന്റെ വിശുദ്ധിയിൽ പടച്ചവനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ.
ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ നീ നേരായ വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിലൂടെ, നിന്റെ നേരായ മാർഗത്തിലൂടെ നീ മുന്നോട്ട് നയിക്കണം. അല്ലെ, സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചാലേ സ്വർഗ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മൾ അറിയണം, വിശുദ്ധ ഖുർആനിൽ ഈ പ്രാർത്ഥന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന സ്വീകരിക്കാൻ പടച്ച റബ്ബ് വെച്ച ഉപാധി കൂടിയാണ് ഇഅ്തിസാമും ബില്ലാഹ്. ഇഅ്തിസാമും ബില്ലാഹ്, അല്ലാഹുവിനെ മുറുകെ പിടിക്കുക. സൂറത്ത് ആൽ ഇംറാനിലെ 101-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വമൻ യഅ്തസിം ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം. വമൻ യഅ്തസിം ബില്ലാഹ്, ആർ അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ, ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കുക. അപ്പൊ സിറാത്തുൽ മുസ്തഖീം നമ്മൾ നിരന്തരമായി പടച്ചവനോട് ആവശ്യപ്പെടുമ്പോൾ അല്ലാഹ് ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തുന്ന വിശ്വാസികളുടെ നിബന്ധന, വിശ്വാസികൾക്കുള്ള നിബന്ധനയായി പറയുന്നത് വമൻ യഅ്തസിം ബില്ലാഹ്, ആർ അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, അവരെ അല്ലാഹു അവന്റെ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് നയിക്കും. അഥവാ ഇഅ്തിസാമും ബില്ലാഹ് എന്ന് പറയുന്നത് ദുനിയാവിൽ നമ്മുടെ ദൗത്യ നിർവഹണത്തിന് അനിവാര്യമാണ്, ഈ സത്യമാർഗ സന്മാർഗ സഞ്ചാരത്തിന് അനിവാര്യമാണ്. ഇത് രണ്ടും ചേർന്നുള്ള നമ്മുടെ സ്വർഗ പ്രവേശനത്തിനും അത്യന്താപേക്ഷിതമാണ്. എന്നിരിക്കെ എങ്ങനെ ഈ ഇഅ്തിസാമും ബില്ലാഹ് നേടിയെടുക്കും? പടച്ചവനെ മുറുകെ പിടിക്കുന്നവരാകാൻ എന്താണ് വഴി? അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെ അതുമായി നമ്മൾ കമ്പയർ ചെയ്യണം, താരതമ്യം ചെയ്യണം. വല്ല പൊരുത്തക്കേടുകളും ഉണ്ടെങ്കിൽ ആ പൊരുത്തക്കേടുകൾ കണ്ടെത്തി തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നവരുടെ സവിശേഷതകൾ പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനം, ഒന്നാമത്തേത് പടച്ചവനോട് ശുക്റുള്ളവരായിരിക്കുക, നാഥനോട് നന്ദിയുള്ളവരായിരിക്കുക, നന്ദി ബോധം നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതത്തിന്റെ ഉടമകളായിരിക്കുക എന്നതാണ്. നമ്മുടെ അസ്തിത്വവും നമ്മുടെ നിലനിൽപ്പും അതുപോലെ നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മൾ ഇപ്പോഴുള്ള പദവികളും നമ്മുടെ ബുദ്ധിപരമായ കഴിവുകളും എല്ലാം അള്ളാഹുവിന്റെ ഔദാര്യമായി മാത്രം നമുക്ക് ലഭിച്ചതാണല്ലോ. ഇത് ഒരു ബോധ്യമായി തീരണം മുഅ്മിനുകൾക്ക്. നമ്മുടേതായി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം നാഥന്റെ ഔദാര്യമാണ്. ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളതൊക്കെയും ഇനി ലഭിക്കാനിരിക്കുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം മാത്രമാണ്. പടച്ചവന്റെ ഔദാര്യത്തിന് അതിരില്ല എന്നതുപോലെ, അള്ളാഹുവിന്റെ ഔദാര്യത്തിന് അതിരില്ല എന്നതുപോലെ പടച്ചവന്റെ ഇച്ഛക്കെതിരായി ഒന്നും നൽകാനുള്ള ശക്തിയോ വിഭവങ്ങളോ അള്ളാഹു അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കുമില്ല. ഇതും ഒരു ബോധ്യമായി തീരണം മുഅ്മിനുകൾക്ക്. നമുക്ക് ലഭിച്ചിട്ടുള്ളതൊക്കെയും പടച്ചവന്റെ ഔദാര്യമായി കിട്ടിയതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇച്ഛക്കെതിരായി ഒന്നും തന്നെ നമുക്ക് നൽകാനുള്ള ശക്തിയോ ശേഷിയോ പടച്ചവനല്ലാതെ മറ്റാർക്കുമില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ റബ്ബിനെ സംബന്ധിച്ച തന്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു രംഗം ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തുൽ ശുഅറയിൽ അല്ലദീ ഖലഖനി വഹുവ യഹ്ദീൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവൻ തന്നെയാണ് എനിക്ക് സന്മാർഗം നൽകിയത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എന്നെ തിന്നുന്നതും എന്നെ കുടിപ്പിക്കുന്നതും എന്നെ തീറ്റുന്നതും എന്നെ കുടിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നതും അതേ റബ്ബ് തന്നെയാണ്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുന്നതും മരണാനന്തരം എന്നെ ജീവിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ, അന്ത്യനാളിൽ വിധി ദിവസം എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ തെറ്റുകൾ പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതും അതേ പടച്ചവനിൽ തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഓരോ പരിതസ്ഥിതിയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ്, ആ ഒരു റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യം എത്രത്തോളം നമുക്കുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ്, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാഥൻ. ഒരു മരത്തിന്റെ ചില്ലയിൽ നിന്ന് ഒരു ഇല പോലും ഞെട്ടറ്റടർന്ന് താഴെ വീഴുന്നില്ല, ഇല്ല യഅലമുഹ, അവന്റെ അറിവോടും അവന്റെ അനുവാദത്തോടും കൂടിയല്ലാതെ. നമ്മുടെ ഓരോ അനക്കത്തിലും അടക്കത്തിലും ഊണിലും ഉറക്കിലും ഉണർച്ചയിലും നമ്മോടൊപ്പമുള്ള റബ്ബ് വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായാലും ആ നാഥൻ നിങ്ങളോടൊപ്പമുണ്ട്. യഅലമു ഹായിനത്തിൽ അഅയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ വരെ അവൻ അറിയുന്നുണ്ട്. ഹൃദയ വികാരങ്ങൾ വരെ അവന്റെ ശ്രദ്ധയിലുണ്ട്, അതറിയുന്നുണ്ട്. നമുക്ക് സംഭവിക്കുന്നത് എന്തും ആ പടച്ച റബ്ബിന്റെ തീരുമാനം അനുസരിച്ചാണ്.
അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഈ ഭൂമിയിൽ ഒരു ഒന്നും സംഭവിക്കുന്നില്ല. കുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫലതവക്കലിൽ മുഅ്മിനൂൻ. പ്രവാചകരെ പ്രഖ്യാപിക്കുക, ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, നമുക്കൊരാപത്തും സംഭവിക്കുന്നില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, നമ്മുടെ മേൽ റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതല്ലാതെ. ഹുവ മൗലാന, അവനാണ് നമ്മുടെ രക്ഷകൻ. വഅലല്ലാഹി ഫലതവക്കലിൽ മുഅ്മിനൂൻ, ആ റബ്ബിങ്കൽ, ആ നാഥനായ റബ്ബിൽ നിങ്ങൾ തവക്കൽ ചെയ്യണം. അപ്പോ പ്രിയമുള്ളവരെ, സൂചിപ്പിച്ചു വന്നത് നമുക്ക് ലഭിക്കുന്നത് എന്തും റബ്ബിങ്കിൽ എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്നത് എന്തോ അത് അവന്റെ തീരുമാനപ്രകാരമാണ്. നമ്മുടെ മുഴുവൻ സംഗതികളും അവന്റെ അറിവോട് കൂടിയാണ് എന്നിരിക്കെ ആ റബ്ബിനോട് നന്ദി ബോധം ഉള്ളവരാവുക എന്നത് നമ്മുടെ ഈമാനിന്റെ തേട്ടമായി തീരുകയാണ്. പരിശുദ്ധ ഖുർആൻ ശുക്റിനെ അഥവാ നന്ദിയെ, റബ്ബിനോടുള്ള നന്ദിയെ പലയിടത്തും കുഫറിന്റെ വിപരീതാർത്ഥത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അഥവാ കുഫറിനെ, ഷിർക്കിനെ അല്ല കുഫറിനെ ശുക്റിന്റെ നിരാസമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. കുഫറിനെ ശുക്റിന്റെ നിരാസമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. വഷ്കുറുലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് ശുക്റുള്ളവരാവുക. വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദി കേട് കാണിക്കരുത്. തക്ഫുറൂൻ എന്നാണ്. വമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. വമൻ യശ്കുർ, ആരെങ്കിലും നന്ദിയുള്ളവരാവുകയാണെങ്കിൽ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, അവർ സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് ശുക്ർ ചെയ്യുന്നത്. വമൻ കഫറ, ശുക്റിന്റെ വിപരീതമായി കൊണ്ടാണ് അല്ലാഹു കുഫറിനെ, നന്ദികേടിനെ കുഫറായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നത്. അഥവാ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തവർ ആ അനുഗ്രഹങ്ങളെ നിഷേധിച്ചവരാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന് സമാനമാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ഷാക്കിറായിരിക്കണം, അള്ളാഹുവിനോട് നന്ദി ബോധമുള്ളവനായിരിക്കണം. ശുക്ർ കാണിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നന്ദി ബോധം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് തലങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനൊരുപാട് തലങ്ങളുണ്ട്. ഒന്നാമതായി പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. അത് ശുക്റിന്റെ പ്രഥമ പടിയാണ്. അവിടെ നിർത്തരുത്. ആദാമിൻ ഫദ്ലു റബ്ബി, അവിടെ നിർത്തരുത്. ഇതിന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, അവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. ആ അനുഗ്രഹങ്ങളുടെ താല്പര്യം മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം. വളരെ ലളിതമായ ഉദാഹരണത്തിൽ പറഞ്ഞാൽ ആരോഗ്യം എന്ന് പറയുന്നത് വലിയ ഒരു അനുഗ്രഹമാണ്, അള്ളാഹു നൽകിയ വമ്പിച്ച ഔദാര്യമാണ്. അതല്ലാതെ ഞാൻ എന്റെ ശ്രമഫലമായി യോഗ ചെയ്ത് പ്രഭാതത്തിൽ നടന്ന് അങ്ങനെ എന്റേതായ പ്രത്യേകമായ തീരുമാനപ്രകാരം ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല എന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മാരകമായ മാറാരോഗങ്ങൾ കൊണ്ടും അംഗവൈകല്യങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന അനേകായിരം മനുഷ്യരുടെ നാട്ടിൽ അതിൽ ഉൾപ്പെടാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും എന്റെ ശരീരത്തിൽ ഒരു ഡിവൈസ് ഫിറ്റ് ചെയ്തതായി എനിക്കറിയില്ല. എന്റെ മാതാപിതാക്കൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്റെ മോന് ഇങ്ങനെ വലിയ ഗുരുതരമായ രോഗങ്ങളൊന്നും അടിപ്പെടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം എന്റെ ആന്തരിക അവയവങ്ങൾക്കുള്ളിൽ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്തതായി എന്റെ അറിവിലില്ല. അങ്ങനെ ആർക്കും സാധ്യവുമല്ല. അപ്പൊ ആരോഗ്യമുള്ള ശരീരം നൽകുക വഴി അള്ളാഹു നമ്മോട് വമ്പിച്ച ഔദാര്യമാണ് കാണിച്ചത്. ദാരിദ്ര്യവും അതിന്റെ ദുരിതങ്ങളും പേറി അനേകായിരങ്ങൾ ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരു നാട്ടിൽ പ്രാഥമികമായ ജീവിതാവശ്യങ്ങളെങ്കിലും പരാശ്രയമില്ലാതെ നിവർത്തിക്കാൻ പടച്ചവൻ നമ്മെ പ്രാപ്തരാക്കിയിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹു നമുക്ക് ഔദാര്യമായി നൽകിയതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വിചാര തലങ്ങളിൽ ഈ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ബോധം നിലനിൽക്കണം. അതതിന്റെ പ്രഥമ പടിയാണ്. നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ അനുഗ്രഹങ്ങളുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, വലിയ വീട് വെച്ച് അല്ലെങ്കിൽ വില കൂടിയ വാഹനം വാങ്ങി അതിൽ കാലിഗ്രാഫിയിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെച്ചത് കൊണ്ടായില്ല. അതതിന്റെ പ്രഥമ പടി മാത്രമാണ്. അതിന്റെ താല്പര്യം എന്താണ് എന്ന് പറയണം, മനസ്സിലാക്കണം. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതിന്റെ റബ്ബിന്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. പറയാൻ പലർക്കും പ്രയാസവും ഉണ്ടാവുകയില്ല. പക്ഷേ ലഭ്യമായ അനുഗ്രഹം എന്തിനാണ് നാഥൻ എനിക്ക് നൽകിയത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. മഹാനായ പ്രവാചകന്റെ വാക്കുകളിൽ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വചനങ്ങളിൽ, അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ഉരുവിട്ട വർത്തമാനങ്ങളിൽ അള്ളാഹു അത് പഠിപ്പിക്കുന്നത് ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. അവിടെയും ശുക്റിന് വിപരീതമായി കുഫ്റിനെയാണ്, കുഫ്ർ എന്നാണ് പ്രയോഗിക്കുന്നത്. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, ഇതെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, ഇതെനിക്ക് പരീക്ഷിക്കാൻ, ഇതെന്നെ എന്റെ റബ്ബ് പരീക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ്. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദിയുള്ള ദാസനാകുന്നുണ്ടോ, അതല്ല നന്ദികേടിന്റെ വഴിയാണോ ഞാൻ സ്വീകരിക്കുന്നത്?
എന്ന് അള്ളാഹ് പരീക്ഷിക്കുകയാണ്. അഥവാ നൽകപ്പെട്ട അനുഗ്രഹങ്ങളല്ല നമ്മുടെ വിജയപരാജയങ്ങൾ നിർണയിക്കുന്നത്. ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളല്ല നമ്മുടെ വിജയപരാജയങ്ങൾ നിർണയിക്കുന്നത്, മറിച്ച് ആ അനുഗ്രഹങ്ങളോടുള്ള നമ്മുടെ നിലപാടാണ്. ആ അനുഗ്രഹങ്ങളോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടാണ്. അല്ലെ, ഇത് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വളരെ ഗൗരവമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, റബ്ബിന്റെ അരുളപ്പാടാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 7-ാം ആയത്ത്, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിന്റെ പ്രഖ്യാപനമാണിത്. ലഇൻ ശകർതും, തഅക്കീദിന്റെ ലാമും നൂനും ഉപയോഗിച്ചുകൊണ്ട് അത്രയും അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധമുള്ള നാഥന്റെ പ്രഖ്യാപനമാണ്. ലഇൻ ശകർതും, നിങ്ങൾ ശുക്റിന്റെ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, നാഥനോട് നന്ദിയുള്ളവരാവുകയാണെങ്കിൽ, ലഅസീദന്നകും ലഅസീദന്നകും, തഅക്കീദിന്റെ ലാമും നൂനും ഒരൊറ്റ സ്ഥലത്ത് പ്രയോഗിക്കുകയാണ്. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. എന്ത് വർദ്ധിപ്പിച്ചു തരുമെന്ന് അവിടെ പറയുന്നില്ല, അത് പറയേണ്ട കാര്യവുമില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ നാഥനോട് നന്ദിയുള്ളവരാകുന്നുണ്ടോ ആ മേഖലകളിലൊക്കെയും റബ്ബ് സുബ്ഹാനഹു വ തആല ലഅസീദന്നകും, വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. നിങ്ങൾ എന്താണോ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നത്, റബ്ബ് നൽകിയ ഔദാര്യങ്ങൾ, സമ്പത്താകട്ടെ, ശരീരമാകട്ടെ, ആരോഗ്യമാകട്ടെ, സമയമാകട്ടെ, മറ്റു കുടുംബമാകട്ടെ, മക്കളാകട്ടെ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് റബ്ബിന്റെ തൃപ്തിക്ക് വിധേയമായി വിനിയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. വലഇൻ കഫർതും, ഇനി നന്ദികേടിന്റെ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങൾ വന്നു കിട്ടുകയും ആ അനുഗ്രഹങ്ങളോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് താന്തോന്നിത്തത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും തോന്നിവാസത്തിന്റേതുമായ നിലപാടിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനവുമാണ്. പടച്ചവന്റെ ഒരേ സമയം വമ്പിച്ച പ്രതീക്ഷ നൽകുന്ന വർത്തമാനവും മറുവശത്ത് വലിയ ഗൗരവത്തോടുകൂടിയുള്ള മുന്നറിയിപ്പും ഒരൊറ്റ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അഥവാ വീഴ്ചകളും ഇത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കണം. ഈ അജ്ജിസാമുമില്ല, പടച്ചവനെ മുറുകെ പിടിക്കുന്നവരുടെ ഒന്നാമത്തെ സവിശേഷത, അവർ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നവരും പടച്ചവനോട് സദാ നന്ദിയുള്ള നിലപാട് സ്വീകരിക്കുന്നവരുമായിരിക്കും എന്നതാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. ഈ ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ആയുസ്സും നമ്മുടെ സൗകര്യങ്ങളും അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണം. വീഴ്ചകളും വൈകല്യങ്ങളും വരുന്നുവെങ്കിൽ അവ തിരുത്താൻ നമുക്ക് കഴിയണം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാത യഥാർത്ഥത്തിൽ നമ്മൾ പോകേണ്ട നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ മതിയായതാണോ എന്ന് നമ്മൾ ആലോചിക്കണം. നാഥന്റെ സ്വർഗത്തിലെത്തിക്കാൻ ഇപ്പോഴുള്ള പാതയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കേണ്ടത് അനിവാര്യമാണെങ്കിൽ, തിരിച്ചറിയുന്നുവെങ്കിൽ വഴിമാറാൻ നമ്മൾ സന്നദ്ധമാകണം, ഒട്ടും സമയം കളയാതെ. കാരണം ആയുഷിന്റെ അവധി എത്രയാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുകയും അതിന് നന്ദി കാണിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് റബ്ബിന്റെ ഔദാര്യം കൂടുതലായി നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.